ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്മിത പട്ടാമ്പി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുകിയ സാലനക്കറിയാണ്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ പൊറോട്ടയുടെയും കൂടെ കിട്ടുന്ന ഒരു ഒഴിച്ചുകറിയില്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള 2 ചെറുതായി അരിഞ്ഞതാണ്. കുറുകിയ ചാറായതുകൊണ്ടാണ് ഇത്രയും ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, 2 തക്കാളി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ പൊടി, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു, കുറച്ച് 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. ഇനി കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. ഞാനിവിടെ അരമുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സ്പൂണിന് 1 സ്പൂൺ പൊട്ടുകടല ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം ഈ സ്പൈസസ് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള പച്ചമുളക് ആഡ് ചെയ്യാം. സവാള നന്നായി വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കളറ് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാൻ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ്. സവാള നന്നായി വഴണ്ടി വന്നിട്ട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് വരണം. തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടികളെല്ലാം ചേർക്കാം. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്, പച്ചവെള്ളമല്ല. ഇളം ചൂടുവെള്ളം 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയെല്ലാം ഇവിടെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. നന്നായി തിളക്കട്ടെ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നല്ല കുറുകിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. മല്ലിയില ഇട്ടു. ഇനിയത് സവൻപൊള്ളിക്ക് മാറ്റി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ അതേ രുചിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയ സാലനക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊറോട്ട, ചപ്പാത്തി, പൂരി, ദോശ, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.